Okay, dear students, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 6th ചാപ്റ്റർ ആയിട്ടുള്ള വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചില ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം നമുക്ക്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. Several games such as billiards, marbles or caroms involve collision. Then what do you mean by completely inelastic collision? Inelastic collision എന്താണെന്നുള്ള ചോദ്യം. എന്താണ്? The collision one in which momentum is conserved, kinetic energy not conserved. Kinetic energy not conserved. Such collisions are called the inelastic collision. Then അതിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Show that in a perfectly elastic collision in one dimension, the relative velocity after collision is numerically equal to the relative velocity before collision. എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം അല്ലെ. നോക്കാം നമുക്ക്. ഓക്കെ, കണ്ടോളൂ. അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അപ്പൊ ഇലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട് മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? കൺസേർവ്ഡ് ആണ് അല്ലെ. സോ മൊമെന്റം കൺസേർവ്ഡ് ആണെങ്കിൽ m1u1 plus m2u2 is equal to m1v1 plus m2v2 എന്നാണ്. നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ അല്ലെ. സോ ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ എന്ത് കൺസേർവ്ഡ് ആണ്? കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്. സോ m1u1 square plus half m2u2 square is equal to half m1v1 square plus half m2v2 square ആണ്. Then ഈ സെക്കൻഡ് ഇക്വേഷൻ ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കും. ഇതിനെ ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാണ്. ഹാഫ് ഒക്കെ ക്യാൻസൽ ചെയ്തു. ബാക്കി ഉണ്ടാവുക എന്താണ്? m1u1 square plus half m2u2 square is equal to half വേണ്ട, ഹാഫ് ഞാനിവിടെ ക്യാൻസൽ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഹാഫോടെ എഴുതണ്ട. ഹാഫ് എല്ലാ ഹാഫുകളും ക്യാൻസൽ ചെയ്തു. സോ m2u2 square plus equal to m1v1 square plus m2v2 square. Okay, then ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാണ്. അതിനെ രണ്ട് ഇക്വേഷൻ റീറൈറ്റ് ചെയ്യാണ്. ഇതിന് ഞാൻ സെക്കൻഡ് ഇക്വേഷൻ നമ്പർ കൊടുക്കുകയാണ്, 2 എന്ന് കൊടുക്കുകയാണ്. അപ്പൊ രണ്ടിനെയും റീറൈറ്റ് ചെയ്യാം. ആദ്യം ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ എഴുതുകയാണ്. അതായത് നമ്മൾ m1ന്റെ ടേമിന് ഒരു ഭാഗത്തും m2ന്റെ ടേമിന് മറ്റൊരു ഭാഗത്തുമായിട്ട് റേറ്റ് ചെയ്യാം. സോ m1 into u1 minus v1 equal to m2 into v2 minus u2. ഓക്കെ, അതേപോലെ അടുത്ത ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. അപ്പൊ എന്താ വരാം? m1 u1 square plus പ്ലസ് അല്ല, അവിടെ മൈനസ് u1 square minus v1 square is equal to m2 v2 square minus u2 square. Okay, then equation number 4. ഈ നാലാമത്തെ ഇക്വേഷൻ ഒന്നും കൂടി ഞാൻ റീറൈറ്റ് ചെയ്യാണ്. നോക്കുക എങ്ങനെയാ? m1 into u1 plus v1 into u1 minus v1 equal to m2 into v2 plus u2 into v2 minus u2. ഈ ഇക്വേഷൻ 5നെ ഞാൻ ഡിവൈഡ് ചെയ്യാണ് ഇതുകൊണ്ട് ഇക്വേഷൻ 3 കൊണ്ട്. എന്താ സംഭവിക്കുക? m1 രണ്ടുണ്ട്, ക്യാൻസൽ ചെയ്തു. പിന്നെ u1 minus v1 ഇവിടെയുണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉണ്ടാവുക? u1 plus v1 equal to ഇവിടെയോ അതേപോലെ തന്നെ m2 v2 minus u2 ക്യാൻസൽ ചെയ്തു. ബാക്കി ഉണ്ടാവുക v2 plus u2. ഒന്ന് റീറൈറ്റ് ചെയ്യാം. v1 minus u2 is equal to v2 minus v1. ഒന്നുകൂടി റീറൈറ്റ് ചെയ്യാം. u1 minus u2 equal to minus of v1 minus v2. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അതായത് നമ്മുടെ ആഫ്റ്റർ കൊളീഷനിലും ബിഫോർ കൊളീഷനും തമ്മിലുള്ള വെലോസിറ്റി
after collision is numerically equal to relative velocity before collision. അതാണ് പ്രൂവ് ചെയ്തത്. ഓക്കെ ആണല്ലോ. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A lighter body and a heavier body have equal kinetic energies. Which one has greater momentum? അപ്പൊ മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ ആദ്യം മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂ. അപ്പോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ പി എന്നുള്ളത് മൊമെന്റ് ആണ് അല്ലെ, നമ്മൾ കൺസിഡർ ചെയ്യാണ്. മൊമെന്റം ഇസ് കൺസിഡേർഡ് ആസ് പി. സോ നമുക്കറിയാം പി ഈക്വൽ ടു എം വി എന്നറിയാം. അതുപോലെ തന്നെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണെന്ന് അറിയാലോ. ഇതില് പി നമ്മൾ ഇതിൽ നിന്ന് വി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, പി ബൈ എം എഴുതാലോ. സോ അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു കെ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എന്ത് എഴുതാം, എം ഇൻറ്റു പി സ്ക്വയർ ബൈ എം സ്ക്വയർ വരും, ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് കെ ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ഇങ്ങനെ നമ്മളോട് പറഞ്ഞിരിക്കണം. അപ്പോ ഇതില് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എന്താണ്, കൈനറ്റിക് എനർജി രണ്ട് ബോഡീസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഹെവി ബോഡി ഉണ്ട്, ഒരു ലൈറ്റ് ബോഡി ഉണ്ട്. അപ്പോ ഇവിടെ ഏതിനായിരിക്കും മൊമെന്റം കൂടുതൽ എന്നാ പറയുന്നത്. രണ്ടിന്റെ കൈനറ്റിക് എനർജി സെയിം ആണ്, ഹെവി ബോഡി ലൈറ്റ് ബോഡി. ഇതിലെ മൊമെന്റം ഏത് ബോഡിക്കായിരിക്കും കൂടുതൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഹാസ് ഗ്രേറ്റർ മൊമെന്റം. അപ്പൊ നോക്കാം, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി രണ്ടിന്റെയും ഞാൻ 10 എന്ന് കൺസിഡർ ചെയ്യാം, 10 ജൂൾ ആണെന്ന് കൺസിഡർ ചെയ്യാണ്. സോ മൊമെന്റം എന്താണ് നമുക്ക് അറിയില്ല, പക്ഷെ രണ്ടിന്റെയും മാസ് അറിയാം. ഒന്നാമത്തെ m1 മാസ് എന്ന് പറയുന്നത് ഞാൻ 2, രണ്ടാമത്തത് m2 എന്ന് പറയുന്നത് 3 എടുക്കാം. കിലോഗ്രാമോ ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് 3 വേണ്ട, ഞാൻ കുറച്ചും കൂടി നല്ല ഹെവി ആയിക്കോട്ടെ. ഒന്ന് 2 ഒന്ന് 5 എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ പി സ്ക്വയർ ബൈ ആദ്യത്തെ 2m എന്ന് പറയുമ്പോൾ 4 ആണ്. രണ്ടാമത്തെ കേസില് പി സ്ക്വയർ ബൈ 2m എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാ, 10 ആണ് അല്ലെ, ശരിയല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ, ഇതിനെന്താ കിട്ടുക, 40. പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 40 എന്ന് വരും, പി ഈക്വൽ ടു റൂട്ട് 40 എന്ന് വരും. അടുത്ത കേസിലോ 100 ആണ്. അപ്പോ പി സ്ക്വയർ ഈക്വൽ ടു 10 ൽ 10 100 ആണ്. സോ പി ഈക്വൽ ടു 10 ആണ്. ഏതായിരിക്കും, ഏതിനാ കൂടുതൽ, ഏതിനായിരിക്കും ഇവിടെ കൂടുതൽ വരിക? രണ്ടാമത്തേന് തന്നെയാണ്. മൊമെന്റ് അവിടെ കൂടുതലാവണ്ടേ അല്ലെ? മൊമെന്റ് അവിടെ കൂടുതൽ കിട്ടിയിരിക്കും നമുക്ക് രണ്ടാമത്തെ ബോഡിക്കാണ്. മാസ് കൂടിയപ്പോൾ അവിടെ മൊമെന്റവും കൂടണം, അപ്പോഴേ നമ്മൾ അവിടെ കൈനറ്റിക് എനർജി സെയിം ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോ ഏതിനായിരിക്കും ഗ്രേറ്റർ മൊമെന്റം എന്നുള്ളത് ചോദിച്ചാൽ എന്താ പറയാ, ഹെവി ബോഡിക്കായിരിക്കും ഗ്രേറ്റർ മൊമെന്റം എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആക്കിയിട്ട് നിങ്ങൾ പറയാം, മാസ് കൂടുമ്പോ എന്ത് കൂടും, മൊമെന്റം കൂടുമല്ലോ. അപ്പൊ അങ്ങനെയും നമുക്ക് എന്ത് പറയാം, ഹെവി ബോഡിക്കാണ് മൊമെന്റം കൂടുതൽ എന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പവർ ഈസ് റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. എക്സ്പ്രസ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. ഫോഴ്സിന്റെയും വെലോസിറ്റിയുടെയും ടേമിലേക്ക് പവറിനെ റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് നമുക്ക് അറിയാം, P ഈക്വൽ ടു എഫ് ഇൻറ്റു വി എന്നുള്ളത് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മളോട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ അതിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയാണ് ഒരു ബോഡി എന്ത് ചെയ്യാണ്, വർക്ക് ഡൺ ഉണ്ടായി. എപ്പോ ഒരു dr ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വർക്ക് ഡൺ ഉണ്ടായി. വർക്ക് ഡൺ ഈസ് dw ആണ്. നമുക്കറിയാം വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അവിടെ ഡിസ്പ്ലേസ്മെന്റ് dr ആണ്. അപ്പൊ ഇതൊരു പെർട്ടിക്കുലർ ടൈമിലാണ് ഉണ്ടായത്. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേറ്റ് ഓഫ് കണ്ടു, അതായത് dt കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്തു. അപ്പോ വരിക dr ബൈ dt. ഓക്കെ, dw ബൈ dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് ആണ്, ദാറ്റ് ഈസ് പവർ ആണ്. പവർ ഈക്വൽ ടു എഫ് ഇൻറ്റു dr ബൈ dt. ഡിസ്പ്ലേസ്മെന്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. സോ p ഈക്വൽ ടു എഫ് ഇൻറ്റു v. ഓക്കെ ആണല്ലോ. then an elevator carrying maximum load of 1800 is moving up with a constant speed of 2 meter per second. The frictional force opposing the motion is 400 Newton. Determine the minimum power
described by the motor to the elevator. മിനിമം പവർ കാണാൻ പറഞ്ഞേ. ഇവിടെ നമുക്ക് പവർ കാണാനാ ഇതിൽ എന്തൊക്കെ മതി? ഈ രണ്ട് കാര്യങ്ങൾ മതി. വേറെ എന്തിന്റെ ആവശ്യമില്ല? മാസിന്റെ അവിടെ ആവശ്യമില്ല. മാസ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്ത് മാത്രം മതി? സ്പീഡും അതുപോലെ തന്നെ ഫോഴ്സും തന്നിട്ടുണ്ട്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും അല്ലെ? ഫോഴ്സ് ഇൻറ്റു ഇത് ചെയ്താൽ എത്ര കിട്ടും? 4000 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8000 കിട്ടും. ഇത്രയുള്ളൂ നമുക്ക് ചെയ്യാം. മിനിമം പവറേ ചോദിച്ചുള്ളൂ. പവറാണോ ചോദിച്ചത്, അതുകൊണ്ട് നേരിട്ട് ചെയ്താൽ മതി. വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. കാരണം മാസിന്റെ ഒന്നും ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ലോഡ് മാക്സിമം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമുക്ക് പവർ കണ്ടാൽ മതി. പവർ കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് അവിടെ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ചെയ്താൽ മതി. ഓക്കെ, എക്സ്പ്രസ് യുവർ എബോവ് ആൻസർ ഇൻ ഹോഴ്സ് പവർ. ഹോഴ്സ് പവറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുന്ന അറിയോ? ഇൻറ്റു 746 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 HP is equal to 746 ജൂൾ ആണ് വരാം. അപ്പൊ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഏതെങ്കിലും രണ്ട് പ്രോപ്പർട്ടീസ് എഴുതാനാ പറഞ്ഞത്. നമുക്കറിയാം കൺസർവേറ്റീവ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി തന്നെ നമ്മൾ പറയുന്നത്, ഇഫ് എ ഫോഴ്സ് ഇസ് ഡിറൈവ്ഡ് ഫ്രം എ സ്കേലാർ ക്വാണ്ടിറ്റി F is equal to minus dv by dt, ഈ ഫോമിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ് പറയാം. Then work done by a conservative force എന്ന് പറയുന്നത് എന്താണ്? അവിടെ കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ സീറോ ആണെന്ന് പറയാം. അതായത് n പോയിന്റ്സിൽ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആണ്. ഓക്കെ, വർക്ക് ഡൺ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും എല്ലായിടത്തും. ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് ഉണ്ട്. അത് എഴുതി കഴിഞ്ഞാൽ ആൻസർ ആയി. അടുത്തത്, റൈറ്റ് ദ വർക്ക് ഡൺ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ആസ് സീറോ, പോസിറ്റീവ്, നെഗറ്റീവ്. വർക്ക് ഡൺ ബൈ എ സെൻട്രിപിറ്റൽ ഫോഴ്സ്, സർക്കുലർ മോഷൻ ആണ് അല്ലേ? സർക്കുലർ മോഷൻ ആയതുകൊണ്ട് ദാറ്റ് വർക്ക് ഡൺ ഈസ് സീറോ. Work done by a friction, friction എപ്പോഴും ഓപ്പോസിറ്റ് ആണ്, so it is negative. Then work done by a gravitational force on a freely falling താഴേക്കാണ്, രണ്ടിന്റെയും ഡയറക്ഷൻ സെയിം ആണ്, so it is positive. Then work done by the applied force in lifting a objectനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, രണ്ടിന്റെയും ഡയറക്ഷൻ സെയിം ആണ്, so it is positive. Okay, then next one. The total mechanical energy of a system is conserved if the force doing work on it is conservative. Determine the mathematical expression for work energy theorem. Work energy theorത്തിന്റെ mathematical expression കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. So work energy theorem നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ വർക്ക് ഡണ്ണും തമ്മിലുള്ള പ്രൂഫാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ കോൺസ്റ്റന്റ് ഫോഴ്സ് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ കേസിലുള്ളതാണ് നമുക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പൊ ഏതാ നമ്മുടെ ഇക്വേഷൻ? നമ്മൾ തുടങ്ങുന്നത് v square is equal to u square plus 2as. ഇതിന്ന് തുടങ്ങാം നമുക്ക്. അപ്പോ v square minus u square is equal to 2as. ഹാഫ് m കൊണ്ട് രണ്ട് ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ഹാഫ് m into v square minus half m into u square is equal to half m into 2as. 2 cancel, so it is equal to mas. Half mv square is kinetic energy final and half mu square it is kinetic energy initial. That's equal to ma is force, f into s, so kf minus ki is equal to fs, where fs is the work done. So change in kinetic energy delta k is equal to endu vannu W, that is the work energy theorem. Change in kinetic energy is equal to work done. Okay ആണല്ലോ? അടുത്ത, energy of a body is determined as its capacity of doing work. The energy possessed by a body by virtue of motion is called എന്താ പറയാ? kinetic energy. മോഷൻ കൊണ്ട് ഉണ്ടാകുന്ന എനർജി നമുക്ക് kinetic energy എന്ന് പറയാം. A body of mass 5 kg initially at rest is subject to a horizontal force of 20 Newton. What is the kinetic energy acquired by the body at the end of 10 seconds? അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടണം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് മാസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്? ഫോഴ്സ് തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടിരിക്കുന്നത് മാസ് കിട്ടി,
അതുപോലെ ഫോഴ്സും കിട്ടി. ഇനി എന്താ കാണുന്നത്? വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി അക്യുവേർഡ് ബൈ ദ ബോഡി അറ്റ് ദ ടൈം ഓഫ് 10 സെക്കൻഡ്. 10 സെക്കൻഡ് കൊണ്ട് ഉണ്ടാകുന്ന ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വി കണ്ടുപിടിക്കണം. അതിന് ടൈമും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ടൈമും തന്നിട്ടുണ്ട്. എച്ച് അവിടെ നമുക്ക് തന്നിട്ടില്ല, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടില്ല. ഡിസ്പ്ലേസ്മെന്റ് തരാത്തത് കൊണ്ട് നമുക്ക് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് പറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാ? വി ഈക്വൽ ടു യു പ്ലസ് എ. ടി തന്നിട്ടുണ്ട്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ അവിടെ ജി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അതിന്റെ വാല്യൂ വേണമെങ്കിൽ നമുക്ക് 10 എടുക്കാം. അപ്പൊ യു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ഇനീഷ്യലി 0 ആണ്. ജി is equal to 9.8 അല്ലെങ്കിൽ 10 എന്തു ആയിക്കോട്ടെ. അവിടെ 9.8 എടുക്കാം ഇൻറ്റു 10. അപ്പൊ വി ഈക്വൽ ടു 98 കിട്ടും. വി ഈക്വൽ ടു 98 കിട്ടി. വി കിട്ടി. അപ്പോ ഫോഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് വെലോസിറ്റി കിട്ടി. ഇനി നമുക്ക് കാണേണ്ട ഒരു സാധനം ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണേണ്ടത്. എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോ ഇത് ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി, ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഞാനിവിടെ ജി 9 എടുത്തിട്ടാണ് ചെയ്തത്. പക്ഷേ ഇവിടെ നമുക്ക് ഫോഴ്സ് തന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം. എ കണ്ടുപിടിക്കാം. ഇത് 9.8 എടുത്ത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഫോഴ്സ് തന്നത് കൊണ്ട് നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എം എ ആണെന്ന് തരാം, അറിയാം അല്ലെ? അപ്പൊ ഇവിടെ 20 ന്യൂട്ടൺ ഈക്വൽ ടു 5 എ എന്നാണ് വരിക. അപ്പൊ എ ഈക്വൽ ടു എന്താ വരിക? 20/5 എത്ര വരിക? 4. അപ്പൊ ഇത് എടുത്താൽ മതി. എന്നാണ് നമുക്കിവിടെ ചെയ്യാൻ നല്ലത്. അപ്പൊ ഇതില് എന്ത് ചെയ്താൽ മതി? നേരെ നമുക്കൊന്നും തന്നില്ലെങ്കിലുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് 0 പ്ലസ് 4 ടി എന്ന് പറഞ്ഞാൽ 20. സോ വി ഈക്വൽ ടു 40. വി കിട്ടി. വി ഈക്വൽ ടു 40 കിട്ടി. അപ്പൊ കൈനറ്റിക് എനർജി എത്രയാണെന്നുള്ളത് നമുക്ക് നേരെ കാണാൻ എന്ത് ചെയ്താൽ മതി? ഹാഫ് എം വി സ്ക്വയറിൽ ചെയ്താൽ മതി. ഹാഫ് എം വി സ്ക്വയർ. അപ്പൊ എന്താ കിട്ടുക? ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 40 സ്ക്വയർ. അപ്പോ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 1600 800 എന്ന് പറയാം. അപ്പൊ എന്താ വരിക? 20. അപ്പോ 8 800 8 40 4000 ജൂൾ എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. Then state whether the following statement is true or false. The change in kinetic energy of a particle is equal to the work done on it by the net force. ശരിയല്ലേ? എന്താ? വർക്ക് എനർജി തിയറം ആണ്. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, state the work energy theorem. നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ അല്ലേ? Change in kinetic energy is equal to work done. അടുത്ത, show that the potential energy of a body is completely converted into kinetic energy during its free fall under the gravity. ഗ്രാവിറ്റിയുടെ കേസിൽ, ഫ്രീ ഫാളിന്റെ കേസിൽ കൈനറ്റിക് എനർജി പൂർണ്ണമായിട്ടും പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മളോട് കാണിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഫ്രീ ഫാളിന്റെ 2 കാര്യങ്ങൾ ചെയ്താൽ മതി. 3 പൊസിഷൻ നമ്മൾ ചെയ്യണ്ട, 2 കാര്യങ്ങൾ ചെയ്താൽ മതി. നമുക്ക് ഒരു ഒബ്ജക്റ്റ് മുകളിലിരിക്കുകയാണ്. ആ ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് നേരെ താഴേക്ക് വീഴുന്നു എന്ന് വെക്കുക. അപ്പൊ ഇവിടെ നമ്മളെ ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ്. നമുക്ക് കൺസിഡർ ചെയ്യാം, h ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ h എന്ന് പറയുന്ന ഹൈറ്റ് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു. അവിടെ മുകളിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. ആ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mgh ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, ആ ഒബ്ജക്റ്റ് എവിടെ എത്തി? ഈ ഒരു പൊസിഷനിൽ എത്തി. അപ്പൊ ആ സമയത്ത് അതിന് കൈനറ്റിക് എനർജി ഉണ്ട്. സോ കൈനറ്റിക് എനർജി ഈസ് ഹാഫ് mv സ്ക്വയർ ആണെന്ന് നമുക്ക് അറിയാം. പക്ഷെ v എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അത് കണ്ടുപിടിക്കണം. അപ്പൊ അതിനുള്ള നമുക്ക് അറിയാം v സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഉപയോഗിക്കാം. u ഇനീഷ്യലി 0 ആണ്. a എന്ന് പറഞ്ഞാൽ ഇവിടെ g ആണ്, s എന്ന് പറയുന്നത് h ആണെന്ന് പറഞ്ഞു. അപ്പൊ v സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh ആണെന്ന് അറിയാം. സോ അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് m ഇൻറ്റു 2gh ആണ്. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു mgh ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറി? കൈനറ്റിക് എനർജി ആയിട്ട് മാറി. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. ഇത്രയുള്ള പ്രൂഫ്. ഓക്കെ, then a man carrying a carefully brings down a glass sheet from a height 2 meter to the ground. The work done by him
അതായത് മുകളിലെ ലോഡ് എടുത്തിട്ട് എങ്ങോട്ടാ വരുന്നത്, ഒരു 2 മീറ്ററിൽ നിന്ന് താഴേക്കാണ് വരുന്നത്. അപ്പൊ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഒന്നും നോക്കണ്ട, ഇറ്റ് ഈസ് നെഗറ്റീവ്. കാരണം എന്താ, ഫോഴ്സ് മുകളിലേക്ക് കൊടുത്തിരിക്കുന്ന ആളെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ, താഴേക്കാണ്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. അടുത്തത്, ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ലിഫ്റ്റ് എ ബോഡി ഫ്രം എ ഗ്രൗണ്ട് ടു ഹൈറ്റ് h and work is measured as the product of force and magnitude of the displacement. Name the energy possessed by a body at maximum height. Write the equation for ഏതാ, it is potential energy. The equation mg. A man of mass 60 kg carries a stone of mass 20 kg to the top of multi-story building of height 50 meter. Calculate the total energy spent by him. എനർജി ആണ് കാണേണ്ടത്. നമുക്ക് കാണേണ്ട എനർജി എന്താണ്, ഏത് എനർജിയാണ് കാണേണ്ടത്, അയാൾ സ്പെൻഡ് ചെയ്ത എനർജിയാണ് കാണേണ്ടത്. അയാളുടെ ഇതും തന്നിട്ടുണ്ട്, അതുപോലെ എന്തിന്റെ മാസും തന്നിട്ടുണ്ട്, നമുക്ക് ഒബ്ജക്റ്റിന്റെ മാസും തന്നിട്ടുണ്ട്. നോക്കാം. അപ്പൊ ഇതിൽ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാസ് ഇവിടെ 2 മാസുകളുണ്ട്, അപ്പൊ അതിന്റെ 2ന്റെയും സമ്മാണ്. സോ എത്ര വരിക, 80 kg ആണ്. ജി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 9.8 എടുക്കാണ്. എച്ച് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ, 50 മീറ്റർ ആണ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ പൊട്ടൻഷ്യൽ എനർജി ആണ് അവിടെ വരേണ്ടത് അല്ലെ. എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ 80 × 9.8 × 50 നേരെ ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നേരെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടും. ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക, നേരെ കിട്ടും. ഇതിൻ്റെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ എനർജി ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് എന്ത് ഇടണം, ജൂൾ എന്ന് ഇടാൻ മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The figure shows the body of mass and placed at a height h, a, b, c are the 3 points on the trajectory. Which type of energy possessed by body on height h? ഏത് എനർജിയാണ്, കൈനറ്റിക് എനർജിയാണ്, mgh ആണ് ഇക്വേഷൻ. Prove that the total mechanical energy is conserved b and c at b and c. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തത് ഒന്നിച്ച് ഹൈറ്റ് എഴുതിയെന്ന് മാത്രം, അതേപോലെ 3 പോയിന്റ് ഉണ്ട്, അവിടെയൊക്കെ സെയിം ആണെന്നുള്ള പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് നോക്കി ടോട്ടൽ എനർജി നമുക്ക് അറിയാം. ആദ്യത്തെ പോയിന്റില് എന്ത് മാത്രമേ ഉള്ളൂ, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. കൈനറ്റിക് എനർജി അവിടെ 0 ആണ്. സോ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, mgh ആണ്. രണ്ടാമത്തെ പോയിന്റ് ബിയിലേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അവിടെ, ഇത് ഞാനിവിടെ ഈ ഡിസ്റ്റൻസ് പറയുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിന് ഞാൻ എന്ത് ചെയ്യണം, എക്സ് എന്ന് പറയാണ്. അപ്പൊ ഈ പോയിന്റ് എക്സ് മൈനസ് എക്സ് ആണ് ഇവിടേക്കുള്ള ഹൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mg × h മൈനസ് എക്സ് ആണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ mv² ആണ്. ഇവിടെ ബി കാണണം, b = u² + 2as തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. u 0 ആണ്, u 0 ആയതുകൊണ്ട് +2 × a എന്ന് പറഞ്ഞാൽ g ആണ്, s എന്ന് പറഞ്ഞാൽ ഇവിടെ x ആണ്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ കിട്ടുക, ½ mv² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2gx ആണ്. അപ്പൊ 2gh കിട്ടും. അപ്പൊ ഇത് രണ്ടും 2gx m × ½ m × 2gs എന്ന് പറഞ്ഞാൽ mgx ആണ് കിട്ടുക. ഓക്കെ, mgx ആണ് കിട്ടുന്നത്. അപ്പൊ mgx ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് നേരെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക, നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ mgh മൈനസ് mgx. ഈ mgx-ഉം ഇതും ഈ mgx-ഉം ക്യാൻസൽ ചെയ്തു. പിന്നെ അവിടെ ഉണ്ടാവും എന്താണ്, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് mgh ആണ്. അടുത്ത പോയിന്റില് പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഇതുകൊണ്ടാ ഭൂമിയിലെത്തി, ഹൈറ്റ് ഇല്ല, സോ 0 ആണ്. കൈനറ്റിക് എനർജി ½ mv² ആണ്. അത് ഇതേപോലെ ചെയ്യുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ വരെ ടോട്ടൽ ഹൈറ്റ് ആണ് h ആണ്. സോ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, മുഴുവൻ ചെയ്യുന്നില്ല കേട്ടോ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക mgx ആണ്. സോ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താ, mgh ആണ്. അപ്പൊ നോക്കിയേ, 3 പോയിന്റിലും ടോട്ടൽ എനർജി mgx ആണ്. സോ അതുകൊണ്ട് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇവിടെ ഓരോ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എനർജി എന്താ, mgx ആണ്. സോ എല്ലാ പോയിന്റും സെയിം ആണ്. അപ്പൊ ബിയിലും സിയിലെയും ടോട്ടൽ എനർജി സെയിം ആണ്, കൺസേർവ്ഡ് ആണ്. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസേർവ്ഡ് ആണ്.
Then a body of mass 5 kg is thrown vertically up with a kinetic energy of 490 joule. Find the height at which the kinetic energy of the body becomes half of the original value. ആ ഒറിജിനൽ വാല്യൂവിന്റെ ഹാഫ് ആകുന്ന ഹൈറ്റ് കാണാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഇത് നമ്മളോട് കാണാൻ പറഞ്ഞാല് നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എല്ലായിടത്തും സെയിം ആയിരിക്കും, കൈനറ്റിക് എനർജി തന്നെയായിരിക്കും. അപ്പൊ 490 is equal to kinetic energy plus mgh ആണ്. So that's equal to kinetic energy by 2 plus mgh 490 equal to. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇതിൽ നിന്നാണ് നമ്മൾ h കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ നോക്കുക, h കണ്ടുപിടിക്കാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോ 490 is equal to 490 by 2 plus mgh. അപ്പൊ 490 by 2 എന്ന് പറഞ്ഞാൽ 2 4 5 plus mgh എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോയി മൈനസ് ആയി. അപ്പോൾ 245 ഈക്വൽ ടു mgh. m നമുക്ക് തന്നിട്ടുണ്ട് 5 ആണെന്ന് അറിയാം. ഞാനിത് സൗകര്യത്തിന് വേണ്ടിയിട്ട് g ഈക്വൽ ടു 10 എടുക്കാം h. അപ്പോൾ 50. അപ്പോൾ 245/50 ഈക്വൽ ടു h. 5. So it is 4.9. Height 4.9. നമുക്ക് അപ്രോക്സിമേറ്റ്ലി 5 എന്നെടുക്കാം. ഓക്കെ, 4.9 അഥവാ 5. ഇതിപ്പോൾ 10 എടുത്താണ് ചെയ്ത് 9 പോയിന്റ് എടുത്താൽ എക്സാക്റ്റ് ആയിട്ട് അത് 5 ആയിരിക്കും കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അടുത്ത് the scalar product of force and displacement gives work. It can be negative, 0 or positive. The work done in sliding a body is with respect to frictional force. Frictional force കൊണ്ടുണ്ടാകുന്ന വർക്ക് ഡൺ അവിടെ എന്തായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന വർക്ക് ഡൺ എന്താണ്? നെഗറ്റീവ് ആണ് കേട്ടോ. അതിന്റെ വാല്യൂ വരിക നെഗറ്റീവ് ആണ്. ഫ്രിക്ഷൻ ആണ്, അപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതിന്റെ ഡയറക്ഷൻ വെച്ചാൽ. Then അടുത്ത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ വർക്ക് എനർജി തിയറം ഫോർ കോൺസ്റ്റന്റ് ഫോഴ്സ്. സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? The work done is equal to അല്ലെങ്കിൽ the change in kinetic energy is equal to work done. ഇത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ ഒരിക്കൽ ചെയ്തതാണ്. p square is equal to u square plus 2as എന്നാണ് ചെയ്യുക. രണ്ട് സൈഡിലും ഹാഫ് m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ റീഅറേഞ്ച് ചെയ്തു. ആദ്യം p square minus u square is equal to 2as, രണ്ട് സൈഡിലും ഹാഫ് m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. then നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഇക്വേഷൻ നേരിട്ട് കിട്ടും. A pump on the ground floor of a building can be pump water till a tank of 30 meter cube in 15 minutes. If the tank is 40 meter above the ground and the efficiency of the pump is 30%, how much electric power is consumed by the pump? അപ്പോൾ അത് എഫിഷ്യൻസിയുടെ കേസ് ആണ് അല്ലേ? എഫിഷ്യൻസിയുടെ കേസ് ആണ്. അതിപ്പോൾ പവറിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എഫിഷ്യൻസി തന്നിട്ടുണ്ട് 30% ആണ്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇൻപുട്ട് പവർ ബൈ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ്. ഓക്കെ, ഇതിൽ ഇൻപുട്ട് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ആദ്യം ഔട്ട്പുട്ട് പവർ നമുക്ക് നോക്കാം. പറഞ്ഞാൽ ഇവിടെ mgh/t ആണ്. mgh നമുക്ക് തന്നിരിക്കുന്ന വോളിയം എന്ന് പറയുന്നത്, വോളിയം തന്നിട്ടുണ്ട് നമുക്ക് 30 മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ അതായത് ഇവിടെ മാസ് എന്ന് പറയുന്നത് 1000 × 30 ആണ്. g നമുക്ക് 9.8 ആണെന്ന് അറിയാം. h തന്നിട്ടുണ്ട് എത്രയാ? 40 അല്ലെ? 40 മീറ്റർ ആണ്. p 15 മിനിറ്റ് ആണ്. 15 × 60 15 × 60. സോ നമുക്കിവിടെ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.306 × 10⁻⁴ നമുക്ക് കിട്ടുന്ന പവർ 10⁴ × 10⁻⁴ ആണ്. അത്രയും
ആണ് നമുക്ക് ഇത് ഔട്ട്പുട്ട് പവർ കിട്ടുന്നത്. സോ ഔട്ട്പുട്ട് പവർ അത്രയും ആയതുകൊണ്ട് ഇൻപുട്ട് കാണാൻ ഇതിൽ നിന്ന് PA പവർ ഇൻപുട്ട് ഈക്വൽ ടു എഫിഷ്യൻസി നമുക്ക് തന്നു എത്രയാണ് 30% തന്നു. ഔട്ട്പുട്ട് പവർ കിട്ടി. സോ 1.306 into 10⁻⁴ ഡിവൈഡഡ് ബൈ 30% എന്ന് പറഞ്ഞാൽ 0.3 ആണ്. 30% എന്ന് പറഞ്ഞാൽ 0.3 ആണ്. സോ ഇത് വാല്യൂ ഈസ് നമുക്ക് അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 43.6 ആണ്. അത്രയും കിലോ വാട്ട് ആണ്. അത്രയും കിലോ വാട്ട് ആണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്. ഞാനത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് അവിടെ ആ വാല്യൂസ് നോക്കി എഴുതുകയാണ് ചെയ്തത്. ഓക്കെ, ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ ഫസ്റ്റ് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ആണ്. when two objects are collide other after collision they moves together the collision is ഒരുമിച്ച് മൂവ് ചെയ്യുന്നു എന്നാ പറഞ്ഞത്. ഏതാ വരിക? ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഇവിടെ ഏതാ വരിക? ഇലാസ്റ്റിക് ആണ്, ഒരുമിച്ച് മൂവ് ചെയ്യുന്നത്. ഷോ ദാറ്റ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഈസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. A ball at rest dropped from a height 12 meter. It loses 25% of kinetic energy on striking the ground. Find the height at which it bounces. അപ്പോൾ അത് ആ 25% എന്നുള്ള നമ്മൾ നേരത്തെ ഇപ്പം ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ. കൈനറ്റിക് എനർജിയുടെ 25% പോകുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്ത് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. h ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഡ്രോപ്പ് ഫ്രോം എ ഹൈറ്റ് 12 മീറ്റർ തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജി ഓൺ സ്ട്രൈക്കിംഗ് ദ ഗ്രൗണ്ട്. ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച് ഇറ്റ് ബൗൺസസ്. ഹൈറ്റ് ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും റിലേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്ന് കൺസിഡർ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നത് mgh കേസിൽ ആദ്യം അവിടെ വരുമ്പോൾ mgh ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്ന് കൺസിഡർ ചെയ്യാം. കൈനറ്റിക് എനർജി കൺസിഡർ ചെയ്യാം. h നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് കേസിൽ നമുക്ക് h തന്നിട്ടുണ്ട്. എത്രയാണ്? 12 ആണ് എന്ന് തന്നിട്ടുണ്ട്. 12 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത കേസിലുള്ള എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കൈനറ്റിക് എനർജിയാണ്. 25% ആകുമ്പോൾ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസ് ജസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ പറയുകയാണ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. അടുത്ത കേസിൽ നമുക്ക് വരുമ്പോൾ ഇതിന്റെ 75% ആയിരിക്കും എന്ത് വരുന്നത്? കൈനറ്റിക് എനർജി 25% എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ ഇക്വേഷൻ വേണ്ടത്. അപ്പോൾ ഇത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh ആണ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് പറഞ്ഞാൽ ഇതിന്റെ എത്രയാണ്? ഇതിപ്പോ നമ്മൾ കൈനറ്റിക് എനർജി ആണെന്ന് പറഞ്ഞു, അത് പൊട്ടൻഷ്യൽ എനർജിക്ക് തുല്യമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഈ mgh എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 75% ഓഫ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഞാൻ അതിനെ mgh എന്ന് എടുക്കുകയാണ്. ഇതിന്റെ വാല്യൂ ആണ്. അപ്പൊ ഇതിൽ h ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു. സോ 0.75 ഇൻറ്റു നമുക്ക് 12 മീറ്റർ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. നേരെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? h എത്രയാണെന്നുള്ളത് കിട്ടി. ഇതിന്റെ 75% എന്ന് പറഞ്ഞാൽ 9. വാല്യൂ ഈസ് h is equal to 9 കിട്ടി. ഓക്കെ, അപ്പൊ നമ്മളോട് തന്നിരിക്കുന്ന അപ്പൊ ആദ്യം എഴുതേണ്ടത് ഇത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആണ്. സോ അതിൽ mgh ഈസ് ഈക്വൽ നമുക്ക് കൈനറ്റിക് എനർജി എന്ന് പറയാം. അപ്പൊ ഇതെന്താ ചേഞ്ച് ആണ്. അപ്പൊ ചേഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ ഇനീഷ്യലും ഫൈനലും ആണ്. അപ്പോൾ ആ ഇനീഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി mgh എന്നുള്ളത് നമുക്ക് അറിയാം, ക്യാപിറ്റൽ mgh ആണ്. സോ ഫൈനൽ, ഇത് ഫൈനൽ ആണ് കേട്ടോ. ഫൈനൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 75% ഓഫ് ഇനീഷ്യൽ ആണ്. ഓക്കെ, അങ്ങനെ 25 ആണ് കൈനറ്റിക് എനർജി വന്നത്, ആ ചേഞ്ച് വന്നത്. അപ്പൊ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ 25% ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 75% എടുത്തത്. ഓക്കെ, then the last question from the table given below draw the force displacement. Force displacement നോക്കിയാൽ നമ്മൾ നേരെ ഗ്രാഫ് ഡ്രോ ചെയ്യാം. ഏതൊക്കെ തമ്മിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഫോഴ്സിനെ എക്സ് ആക്സിസിലും ഡിസ്പ്ലേസ്മെന്റ് വൈ ആക്സിസിലും വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ഞാനിവിടെ 1 2 3 തന്നെ എടുക്കുകയാണ്. 1 2 3 4 5 6 അങ്ങനെയാണ് പോവാണ്. ഇവിടെയോ 1 2 3 എന്ന് പറഞ്ഞു പോവാം. അപ്പൊ അവിടെ 2 ല് 4 ല്
നേരെ 2 ആണ്. അടുത്ത എത്രയാ? 6 ആണ്. 6ല് 3 ആണ്. ഇങ്ങനെ പോകും. അപ്പൊ എന്താ വരിക? സ്ട്രേറ്റ് ലൈൻ. ഷുഡ് ബി എ സ്ട്രേറ്റ് ലൈൻ. ഹൗ ക്യാൻ യു ഫൈൻഡ് ദ വർക്ക് ഡൺ ഫ്രം ദ എബോ ഗ്രാഫ്? എന്താണ്? ഒന്നും നോക്കാനില്ല, നേരെ അതിന്റെ ഏരിയ കണ്ടാൽ മതി കേട്ടോ. ഏരിയ കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടി? വർക്ക് ഡൺ കിട്ടി. സജസ്റ്റ് എനി ടു സിറ്റുവേഷൻ ഇൻ വിച്ച് ദ വർക്ക് ഡൺ ഈസ് ബൈ എ ഫോഴ്സ് ഈസ് 0. എന്താണ്? ഒന്ന്, ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഒരു വാള് പുഷ് ചെയ്യും, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് S ഈക്വൽ ടു 0. അല്ലെങ്കിലോ പെർപെൻഡിക്കുലർ ആയിരിക്കണം, അതായത് ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ 90 ആയിരിക്കണം. ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇടയിലുള്ള ആംഗിൾ 90 ആയിരിക്കണം. അതായത് ഒരു പേഴ്സൺ ക്യാരിങ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ് ആൻഡ് വാക്കിംഗ് ത്രൂ എ ലെവൽ റോഡ്. ഓക്കെ, ഇതിനടുത്ത് എ ബോൾ ഈസ് pushed with a force of 3 Newton for 2 seconds along the frictionless track. The graph shows the force on the body against it. How much work is done by the force? നോക്കിയേ, നമ്മളോട് പറഞ്ഞ 2 സെക്കൻഡിലല്ലേ 3 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അതിന്റെ ഏരിയ കണ്ടാൽ എന്ത് കിട്ടും? വർക്ക് ഡൺ കിട്ടും. നേരെ ഏരിയ കണ്ടാൽ നമുക്ക് കിട്ടും. ഇതൊരു ട്രയാങ്കിൾ അല്ലേ, അപ്പോൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് പറയാം ഹാഫ് പി എച്ച് അല്ലേ, ഹാഫ് പി എച്ച് ആണ് വരിക. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 2 ഇൻറ്റു 0.5 1/2 ക്യാൻസൽ. എന്താ വാല്യൂ വരിക? നേരെ 0.5 ആണ്. എന്ത് കിട്ടുന്നത്? ഡിസ്പ്ലേസ്മെന്റ് കിട്ടുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ വർക്ക് ഡൺ. സോ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. സോ ഏരിയ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഫോഴ്സ് ഇൻറ്റു വർക്ക് ഡൺ. സോ 3 ഇൻറ്റു 0.5. So that's equal to 1.5. Okay, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ.